നമസ്കാരം. ഞങ്ങൾ ഏകദേശം ഒരു 2 വർഷത്തെ പരിശ്രമം ആണ് കായംകുളം കൊച്ചുണ്ണി. എല്ലാവർക്കും അറിയാം. ഏതാണ്ട് 1 വർഷത്തോളം 1.5 വർഷത്തോളം ഇതിൻ്റെ ഒരു റിസർച്ചും കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു സ്ക്രിപ്റ്റ് എഴുത്ത് എല്ലാം കഴിഞ്ഞിപ്പോൾ എൻ്റെ ആദ്യ ട്രെയിലർ ഇന്ന് പ്രദർശനത്തിന് വരികയാണ് നിങ്ങളുടെ മുൻപിലേക്ക്. ലാൽ സാറാണ് നമുക്ക് വേണ്ടി അത് ഫേസ്ബുക്കിലൂടെ അവതരിപ്പിക്കുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹം ഉണ്ടായിരിക്കണം. സിനിമ കാണുക. കൂടുതലൊന്നും ഇതിനെപ്പറ്റി പറയാനില്ല. കാരണം പറയുന്നതിനെക്കാട്ടി നല്ലത് കാണുക എന്നുള്ളതാണ്. നിങ്ങളെല്ലാവരുടെയും സഹകരണവും സ്നേഹവും സപ്പോർട്ടും ഉണ്ടായിരിക്കണം. എൻ്റെ തിരത്താകത്ത് സഞ്ജയ് 2 വാക്ക് സംസാരിക്കുന്നതായിരിക്കും. ഒരു ഐതിഹ്യത്തിലോ അല്ലെങ്കിൽ ചരിത്രത്തിലോ ഉള്ള ഒരു നായകൻ കാലങ്ങൾക്കിപ്പുറവും നമ്മൾ അയാളെ മറന്നിട്ടില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം അയാൾക്കിപ്പോഴും കാലിക പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും രാഷ്ട്രീയമായ ഒരു അരക്ഷിതാവസ്ഥയിലും സാമ്പത്തികമായ ഒരു അരക്ഷിതാവസ്ഥയിലും കൊച്ചുണ്ണിയെ പോലൊരു നായകനെ എവിടെയോ ഒരു വിഷ്വൽ തിങ്കിങ് പോലെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, കാത്തിരിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, നമ്മളുടെയൊക്കെ സൂപ്പർ ഹീറോസ് എന്ന് പറഞ്ഞാൽ സ്പൈഡർമാൻ, സൂപ്പർമാൻ അങ്ങനത്തെ ഹീറോസാണ്. നമ്മളുടെ നാട്ടിൽ തന്നെയുണ്ട് സൂപ്പർ ഹീറോസ്. അതാണ് ഇത്തിക്കര പക്കിയും കായംകുളം കൊച്ചുണ്ണിയൊക്കെ. അപ്പോൾ ഞങ്ങളിലും റോഷനിലും ഒക്കെയുള്ള ആ വിഷ്വൽ തിങ്കിങ്, ആ ഡ്രീം, ഒരു നൊസ്റ്റാൾജിയ, അതിനെ റീക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഈ സിനിമ. അത് നിങ്ങളൊക്കെ കാണുമെന്നും ഇഷ്ടപ്പെടുമെന്നും പ്രതീക്ഷിക്കുന്നു. കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇപ്പോൾ ട്രെയിലർ ഇന്നിവിടെ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ലാലേട്ടനാണ് ലോഞ്ച് ചെയ്യുന്നത്. ഒരുപാട് സന്തോഷം. റോഷൻ ചേട്ടനും സഞ്ജയേട്ടനും ഇതിനെക്കുറിച്ച് ആലോചിച്ച് കായംകുളം കൊച്ചുണ്ണി ആവാനായിട്ട് വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കഴിഞ്ഞ എന്താണ് പറയുക, ഒരു 8-9 മാസത്തോളം ഇതിൻ്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അതിൻ്റെ ട്രെയിലർ ലോഞ്ചാണ്. ഞങ്ങളെല്ലാവരുടെയും കരിയറിലെ ഏറ്റവും വലിയ സിനിമയാണ്. മലയാളത്തിലെ ഒരു വലിയ സിനിമയാണ്. ഗോകുലം ഗോപാലനാണ് പ്രൊഡക്ഷൻ. അപ്പോൾ ഇത്രയും വലിയൊരു പടത്തിൽ ഭാഗമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. ഇതിലൊരു പ്രത്യേക കാര്യം, ഒരു നന്ദി പറയേണ്ട കാര്യമില്ല. 4ാമത്തെ സിനിമയാണ് ലാൽ സാറിൻ്റെ കൂടെ. നിവിൻ്റെ കൂടെ ആദ്യത്തെ സിനിമയാണ്. ഇത്രയും വലിയൊരു സിനിമ പൂർണ്ണതയിലെത്തുന്നത് ലാൽ സാർ ഇതിനെ സപ്പോർട്ട് ചെയ്തപ്പോഴാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ തന്നെ ഇത് അദ്ദേഹം റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടാനില്ല. ഇതേക്കുറിച്ച് 2 വാക്ക് പറയാനും ഇത് ഒഫീഷ്യലായിട്ട് ഇത് ലോഞ്ച് ചെയ്യാനായിട്ടും ലാൽ സാറിനെ ക്ഷണിക്കുന്നു. റോഷൻ പറഞ്ഞ പോലെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഈ സിനിമയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് ആദ്യമായിട്ട് ഞാൻ പറയുന്നു. എൻ്റെ ഭാഗത്തു നിന്നും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും. കായംകുളം കൊച്ചുണ്ണിയുടെയും കായംകുളം കൊച്ചുണ്ണിയെ സൃഷ്ടിച്ച ആളുടെയും കായംകുളം കൊച്ചുണ്ണിയെ സംവിധാനം ചെയ്ത ആളുടെയും നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പ് വെച്ച് നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടു കൂടി കായംകുളം കൊച്ചുണ്ണി എന്ന ഈ വലിയ സിനിമയുടെ, ഒരുപാട് കാത്തിരുന്ന ആ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് നടക്കുകയാണ്. ആ ട്രെയിലർ എൻ്റെ ഫേസ്ബുക്കിലൂടെ നിങ്ങൾക്കായി ഞാൻ സമർപ്പിക്കുന്നു. നല്ലത് സംഭവിക്കട്ടെ, നന്നായി വരട്ടെ. താങ്ക് യു വെരി മച്ച്.